രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സംപൂജ്യരായ എല്ലാ രാമായണ ആസ്വാദകർക്കും സാദര നമസ്കാരം. രാമായണത്തിലെ ഓരോരോ കഥാപാത്രങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഥാപാത്രം എന്ന് പറയാൻ കഴിയില്ല, ഇവരൊക്കെ ചരിത്ര പുരുഷന്മാർ തന്നെയാണ്. രാമായണം ഒരു ഇതിഹാസമാണ്, ഒരു ചരിത്രമാണ്. അതിൽ കുറേ സാഹിത്യ രീതിയിലുള്ള വരികളൊക്കെ കാണാൻ കഴിയും, അത്രയേ ഉള്ളൂ. നമ്മൾ തന്നെ ഇപ്പോൾ പത്രങ്ങളൊക്കെ വായിക്കുന്നവർക്കറിയാം, പലതരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ. ആസ്വദിക്കാൻ വേണ്ടി ജനലക്ഷങ്ങൾ ഇരമ്പി എന്നൊക്കെ കാണാം. സമ്മേളനമൊക്കെ നടക്കുകയാണെങ്കിൽ ജനലക്ഷങ്ങൾ ഇരമ്പി എന്നൊക്കെ കാണാം. ജനസമുദ്രം ഇരമ്പി എന്നൊക്കെ കാണാം. ജനങ്ങൾ കൂടിയാൽ സമുദ്രമാവുമോ? അല്ലെ, എത്ര ജനങ്ങൾ കൂടിയാൽ സമുദ്രമാവുക? അതൊന്നുമില്ല. അതൊക്കെ ഒരു രീതിയിൽ പറയുകയാണ്, അതിശയോക്തിയായിട്ടൊക്കെ പറയുകയാണ്. അതുപോലെ സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ചരിത്രത്തെ സാഹിത്യമാക്കി അവതരിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഇതിഹാസം എന്ന് പറയാൻ കാരണം. ആ ഇതിഹാസത്തിലാണ് രാമായണം പെടുന്നത്. മാത്രമല്ല ഒരു മഹാകാവ്യം കൂടിയാണ് രാമായണം. ആദികാവ്യം എന്നാണ് പറയുക. രാമായണത്തിൻ്റെ സന്ദേശം, രാമായണത്തിൻ്റെ മൊത്തം താല്പര്യം നമ്മുടെ സംസ്കൃത സാഹിത്യ ശാസ്ത്രകാരന്മാർ, അലങ്കാരശാസ്ത്ര വിദഗ്ധർ, മമ്മട ഭട്ടൻ, സാഹിത്യ ദർപ്പണകാരൻ വിശ്വനാഥ കവിരാജൻ, അദ്ദേഹമാണ് സാഹിത്യ ദർപ്പണം രചിച്ചത്. ഇങ്ങനെയുള്ള അനവധി പണ്ഡിതന്മാർ രാമായണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സംസ്കൃത സാഹിത്യത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് രാമായണത്തിലൂടെ സ്പഷ്ടമാക്കുന്നുണ്ട്. എന്താ ഈ സാഹിത്യമൊക്കെ ഉണ്ടായതിൻ്റെ ലക്ഷ്യം? പറയും, രാമാദിവത് പ്രവർത്തിതവ്യം നതു രാവണാദിവത് എന്നാണ്. രാമനെപ്പോലെ പ്രവർത്തിക്കണമെന്നും രാവണനെ പോലെ പ്രവർത്തിക്കരുത് എന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രാമായണം ഉണ്ടായത്. ശ്രീരാമനെ പോലെ ആവാനും രാവണനെ പോലെ ആവാതിരിക്കാനും. രാവണൻ എന്താ കുഴപ്പം? സാമാന്യക്കാർക്കുള്ളതിനേക്കാൾ അധികം ബുദ്ധിയുണ്ട്, സാമാന്യക്കാർക്കധികം ഉള്ളതിനേക്കാൾ അധികം ശക്തിയുണ്ട്. അതാണ് 10 തലയും 20 കയ്യും ഒക്കെ കാണിക്കുന്നത്. പക്ഷേ രാവണൻ്റെ കുഴപ്പം എന്താണെണെങ്കിൽ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി ലോകത്തെ കരയിപ്പിക്കുകയാണ് രാവണൻ ചെയ്തത്. അതുകൊണ്ടാണ് രാവണൻ എന്നുള്ള വാക്ക് തന്നെ വരാൻ കാരണം. ഉറക്ക ശബ്ദം ഉണ്ടാക്കി സമൂഹത്തെ കരയിപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സമാധാനം അവരെ കൊണ്ടും ലോകത്തിനുണ്ടാവില്ല, അവർക്ക് ലോകം കൊണ്ടും ലോകത്തിൽ നിന്നും ഒരു സമാധാനം ഉണ്ടാവില്ല. അതാണ് രാമായണം പഠിപ്പിക്കുന്നത്. എന്നാൽ ശ്രീരാമനോ പേര് പോലെ തന്നെയാണ്. രാമൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രമയതേ ഇതി രാമഃ, രമിപ്പിക്കുന്നവനാരോ അയാളാണ് രാമൻ. അപ്പോൾ ആത്യന്തികമായ വിജയം ലോകത്തിനെ സന്തോഷിപ്പിക്കുന്നവർക്കാണ് ഉണ്ടാവുക എന്ന ആ ഒരു തത്വമാണ് രാമായണം മുന്നോട്ട് വയ്ക്കുന്നത്. പറയുന്നില്ലേ, മഹാഭാരതത്തിലെ വിദുരവാക്യത്തിലൊരു ശ്ലോകമുണ്ട്, ചക്ഷുഷാ മനസാ വാച കർമ്മണാ ചതുർവിധം പ്രസാദയതി ലോകോയം തം ലോകോയം പ്രസാദയതി ലോകോ. ആരാണോ സമൂഹത്തെ കണ്ണുകൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ സന്തോഷിപ്പിക്കുന്നത്, പ്രസാദയതി ലോകം, ലോകത്തെ സന്തോഷിപ്പിക്കുന്നത്, തം ലോകോനുപ്രസീദതി, അവരെ ലോകം തിരിച്ചും സന്തോഷിപ്പിക്കുന്നു എന്നാണ്. ലോകം എന്ന് പറഞ്ഞാൽ സമൂഹം. ആരാണോ സമൂഹത്തെ സന്തോഷിപ്പിക്കുന്നത് അവർക്ക് ആര് സമൂഹത്തെ സന്തോഷിപ്പിക്കുന്നുണ്ടോ അവരെ സമൂഹവും മനുഷ്യ സമൂഹവും സന്തോഷിപ്പിക്കും. ആ ഒരു സന്ദേശം മഹാഭാരതത്തിൽ പറഞ്ഞ ഈ ഒരു സന്ദേശം തന്നെയാണ്, ഈ ഒരു ശ്ലോകത്തിൻ്റെ ആശയം തന്നെയാണ് ശ്രീരാമനിലൂടെ കാണുന്നത്. ശ്രീരാമൻ തൻ്റെ പ്രവൃത്തികളെ കൊണ്ടൊക്കെ ലോകത്തെ സന്തോഷിപ്പിച്ചു. ആരാധനായ ലോകാനാം, ലോകത്തെ സന്തോഷിപ്പിച്ചു, ആരാധിച്ചു, അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതാണ് രാമൻ്റെ മഹത്വം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല രാമായണ വിമർശകന്മാരും, വിമർശകം പലതരത്തിലുണ്ട്, അനുകൂലമായിട്ട് വിമർശിക്കുക, പ്രതികൂലമായിട്ടും വിമർശിക്കാം, അതിലൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ കാര്യം മനസ്സിലാക്കാതെ
ശ്രീരാമൻ്റെ മഹത്വമോ രാമായണത്തിൻ്റെ മഹത്വമോ ഒന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യുന്നു? ശ്രീരാമൻ ഇത്ര വലിയ ഗുണമൊന്നുമില്ല, രാമായണത്തിനും ഈ പറഞ്ഞ മഹത്വമൊന്നുമില്ല, ശ്രീരാമൻ ശൂദ്രനെ വധിച്ചില്ലേ, അതും തപസ് ചെയ്തും കൊണ്ടിരിക്കുന്ന ശൂദ്രനെ വധിച്ചില്ലേ, ശംഭൂകൻ എന്നിവരായ ശൂദ്രനെ വധിച്ചില്ലേ, ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നത് കേൾക്കാം. ഇപ്പോൾ ശൂദ്രർക്കൊന്നും രാമരാജ്യത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ഇങ്ങനെയുള്ളൊരു രാമരാജ്യമാണോ നമുക്ക് വേണ്ടത്? ശൂദ്രന് അംഗീകാരം കൊടുക്കാത്ത, സ്ഥാനം കൊടുക്കാത്ത ഒരു രാമരാജ്യമാണോ നമുക്ക് വേണ്ടത്? ഇങ്ങനെയൊക്കെ ചോദിച്ചും കൊണ്ട് വിമർശിക്കുന്നത് കേൾക്കാം. ശംഭൂകവധം, ശംഭൂകനെ വധിച്ചു, വലിയൊരു വിവാദമാണ്. രാമായണത്തിലൊരു പ്രധാന കഥാപാത്രമാണ് ശംഭൂകൻ. അദ്ദേഹത്തെ വധിച്ചു എന്നുള്ള ഒരു വിഷയം. അപ്പോൾ ഇതിനെക്കുറിച്ച് പല പണ്ഡിതന്മാരും പലതരത്തിൽ പറയുന്നത് കേൾക്കാം. എന്താ അതിൻ്റെ വാസ്തവം എന്നുള്ളത്, ശംഭൂകൻ എന്ന കഥാപാത്രം എങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. പലരും പറയാറുള്ളത് ഉത്തരകാണ്ഡം മുഴുവൻ പ്രക്ഷിപ്തമാണ് എന്ന് പറയാറുണ്ട്. അത് ശരിയാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ശരിയല്ല. കാരണം എന്താണ്? 7 കാണ്ഡവും കൂടി ചേർന്നാലേ 24,000 ശ്ലോകം ആവുള്ളൂ. എന്നല്ല, ബാലകാണ്ഡത്തിൽ തന്നെ രാമായണം പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? ശ്രീരാമൻ്റെ കുട്ടികളായ ലവനും കുശനും ശ്രീരാമൻ്റെ മടിയിൽ ഇരുന്നും കൊണ്ടാണ് രാമായണം പറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പം ലവനും കുശനും ഒക്കെ എവിടെയാണ് വരുന്നത്? ഉത്തരകാണ്ഡത്തിലാണ് വരുന്നത്. ഉത്തരകാണ്ഡവും ബാലകാണ്ഡവും രാമായണവും ഒക്കെ പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. ഒരു കാണ്ഡം മുഴുവൻ പ്രക്ഷിപ്തമാണ് എന്ന് പറയുന്ന പാശ്ചാത്യ വിദ്വാൻമാരുടെയും പൗരസ്ത്യ വിദ്വാൻമാരുടെയും അഭിപ്രായം, പൗരസ്ത്യ വിദ്വാൻമാരും ഉണ്ട്, അവരുടെ നിന്ന് അഭിപ്രായം പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നുള്ള അഭിപ്രായമൊന്നും ശരിയല്ല. അങ്ങനെ പറയാൻ കഴിയില്ല. 7 കാണ്ഡുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഉത്തരകാണ്ഡം മുഴുവൻ പ്രക്ഷിപ്തല്ല, എന്നാൽ ഈ ശംഭൂകവധം മാത്രം പ്രക്ഷിപ്തമാവുമോ? അതും പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്? പറയാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം, ഈ ശംഭൂകവധം മഹാഭാരതത്തിലും പരാമർശിക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ പ്രസിദ്ധമായ ശാന്തിപർവത്തിൽ 153-ാമത്തെ അധ്യായത്തിൽ ഒരു കുറുക്കനും ഒരു കഴുകനും തമ്മിലുള്ളൊരു സംവാദമുണ്ട്. ഒരു കുട്ടി അവിടെ മരിച്ചു കിടക്കുകയാണ്. ആ മരിച്ചു കിടക്കുന്ന കുട്ടിയെ ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ടാക്കി ബന്ധുക്കളൊക്കെ പോകാൻ നോക്കുക. അന്നേരം കഴുകൻ പറഞ്ഞു, വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞു, വേഗം പോകണമെന്ന് പറഞ്ഞു. കുറുക്കൻ പറഞ്ഞു, ഇപ്പം പോവരുത്, രാത്രിയായിട്ട് പോയാൽ മതി, ഒരു പക്ഷേ കുട്ടി ജീവിക്കുകയാണെങ്കിലോ. രണ്ടാക്കും എന്താ കണ്ടത് വെച്ചാൽ, കഴുകന് ഇപ്പോൾ അവരിവിടുന്ന് പോയാലേ ഈ കുട്ടിയെ കഴിക്കാൻ കഴിയുള്ളൂ, കുറുക്കന് കഴിക്കണമെങ്കിലോ രാത്രിയാവണം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ, ഈ കുട്ടിയെ ഭക്ഷിക്കണം. അതാണ് കഴുകൻ്റെയും കുറുക്കൻ്റെയും ലക്ഷ്യം. അതാണ് ഗൃധ്രഗോമായു സംവാദം, അവിടെയാണ് വരുന്നത്. വളരെ നല്ല വാദങ്ങളൊക്കെ കഴുകനും പറയുന്നുണ്ട്, ഗൃധ്രനും പറയുന്നുണ്ട്. കഴുകനും പറയുന്നുണ്ട്, അതോടൊപ്പം ഗോമായു കുറുക്കനും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടും നല്ല രസമുള്ള ഭാഗമാണ്, നല്ല തത്വചിന്തകളൊക്കെ വരുന്നുണ്ട്. ശാന്തിപർവം മുഴുവൻ വളരെ വിശിഷ്ടമാണ്, അനുശാസനപർവവും രണ്ടും പ്രധാനമാണ്. മഹാഭാരതത്തിലെ അനവധി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ ഈ കുറുക്കൻ ഈ കുട്ടിയുടെ രക്ഷിതാക്കളോട് പറയും, നിങ്ങൾ ഇവിടുന്ന് പോകരുത്, കാരണം കുട്ടി ജീവിക്കുകയാണെങ്കിലോ, മരിച്ചു പോയവർ ജീവിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനായി രാമായണത്തിൽ ശ്രീരാമൻ ശംഭൂകനെ വധിച്ച കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്താ അവിടെ പറഞ്ഞത്? ശ്രൂയത്തെ ശംഭുകേ ശൂദ്രേ ഹതേ ബ്രാഹ്മണധാരക ജീവിതോ ധർമ്മമാസാദ്യ രാമാൽ സത്യപരാക്രമാത്. ജീവിതോ ധർമ്മമാസാദ്യ രാമാത് സത്യപരാക്രമാത്. ശ്രീരാമനാൽ വധിക്കപ്പെട്ട ആ ശൂദ്രനായ ശംഭൂകൻ, അദ്ദേഹം മരിച്ചതോടുകൂടി ബ്രാഹ്മണധാരക ജീവിത, ബ്രാഹ്മണ ബാലൻ ജീവിച്ചു. ഇപ്പം ശംഭൂകനെ കൊന്നു, ശംഭൂകൻ തപസ് ചെയ്തത് കൊണ്ടാണ് ഒരു ബ്രാഹ്മണ ബാലൻ മരിക്കാൻ കാരണമായത്. ശംഭൂകനെ വധിച്ചതോടുകൂടി ആ കുട്ടി ജീവിച്ചു, ബ്രാഹ്മണ ബാലൻ ജീവിച്ചു എന്നുള്ള വിഷയം മഹാഭാരതത്തിലും പരാമർശിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടത് പ്രക്ഷിപ്തമാണെന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ പ്രക്ഷിപ്തങ്ങളൊക്കെ വളരെ കുറവേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ഈ ചില വിമർശകന്മാർ പറയുന്നത് പോലെ വല്ലാതെ പ്രക്ഷിപ്തമൊന്നുമില്ല. ആസ്തികന്മാരും പല വിമർശനവും നടത്തുന്നുണ്ട്, കുറേ പ്രക്ഷിപ്തമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അവർ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ഇതിനെ മുഴുവൻ സമന്വയിപ്പിക്കാൻ കഴിയാതെ പറയുന്നതാണ്. അത്ര ശരിയല്ല. പ്രക്ഷിപ്തങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഭവിഷ്യപുരാണത്തിലൊക്കെ കുറച്ച് പ്രക്ഷിപ്തമുണ്ട്, ശരിയാണ്.
രവിവാരേജ സൺഡേജ എന്നൊക്കെ പറയുന്നുണ്ട്. ഞായറാഴ്ചയ്ക്ക് സൺഡേ എന്നുള്ള പേര് വരും. ഫാൽഗുനേ ഫർവരിം തഥാ, ഫാൽഗുന മാസത്തിന് ഫെബ്രുവരി എന്നുള്ള പേര് വരും. ഇപ്പം ഭവിഷ്യപുരാണത്തിലെ പ്രതിസർഗപർവം അതൊക്കെ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ് എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാക്കാം. അത് വിചാരിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ ഭാഗം ആദിപർവമൊക്കെ വളരെ പ്രാചീനം തന്നെയാണ്. ചില ഭാഗങ്ങൾ അങ്ങനെ ചില ശ്ലോകങ്ങളിൽ പ്രക്ഷിപ്തമുണ്ട്, ചില വരികളിൽ പ്രക്ഷിപ്തമുണ്ട് എന്ന് പറയാമെന്നല്ലാതെ മുഴുവൻ പ്രക്ഷിപ്തമാണ് എന്നുള്ള വാദത്തിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് രാമൻ ഈ ശംഭൂകനെ വധിച്ചത്? അതിനുള്ള കാരണം അദ്ദേഹം കേവലം ശൂദ്രനായതുകൊണ്ട് മാത്രമാണോ? അല്ല. ഏതായാലും രാമൻ അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിലൊരു കഥാസന്ദർഭം മനസ്സിലാക്കണം. ഉത്തരകാണ്ഡത്തിലെ 74, 75, 76 സർഗത്തിലാണ് ശംഭൂകവധം വരുന്നത്. രാമൻ അയോധ്യയിലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മരിച്ചുപോയ മകനുമായിട്ടൊരു ബ്രാഹ്മണൻ വന്നു. എൻ്റെ കുട്ടി മരിച്ചു. കുട്ടി മരിക്കാനുള്ള കാരണം എന്താണ്? ബാലമരണം ഉണ്ടാവാറില്ലേ പൊതുവെ, നിൻ്റെ രാജ്യത്ത് ചില അഹിതങ്ങൾ ഉള്ളത് കൊണ്ടാണ് എൻ്റെ മകൻ മരിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നാരദാദി മഹർഷിമാർ വന്നിട്ട് പറഞ്ഞു, ഒരു ശൂദ്രൻ, ദുർബുദ്ധിയായൊരു ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്രാഹ്മണ ബാലകൻ മരിച്ചത് എന്ന് പറഞ്ഞു. ശ്രീരാമൻ പുറപ്പെട്ടു ഓരോരോ ഭാഗത്തേക്കായിട്ട് പോയി. അതിൽ വിന്ധ്യപർവ്വതത്തിൻ്റെ അടുത്തെത്തി. വിന്ധ്യപർവ്വതത്തിൻ്റെ അടുത്തെത്തിയ സമയത്ത് അവിടെ അതിനടുത്തായിട്ട് ശൈവലം എന്ന് പേരാ ഒരു പർവ്വതം വേറുണ്ട്. അവിടെ ഒരാൾ തപസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അദ്ദേഹം എങ്ങനെയാണ് തപസ് ചെയ്യുന്നത്? ലംബമാന മഥോമുഖം എന്നാണ്. തല കീഴായി തപസ്സാചരിക്കുന്ന ശംഭൂകൻ എന്നാണ് അവിടെ രാമായണത്തിൽ ഉത്തരകാണ്ഡത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞത്. ലംബമാന മഥോമുഖം, തലകീഴായി തപസ് ചെയ്യുക. അത് തന്നെ ഒരു സാഹിത്യ ഭാഷ അവിടെ കാണാൻ കഴിയും. നല്ല കാര്യം തന്നെ തല കുത്തനെ ചെയ്താൽ എന്താവും? ലോകത്തിന് അപകടമായി മാറും. അപ്പം കത്തി എന്നുള്ളത് നല്ലതാണ്, നല്ല കാര്യമാണ്. കത്തി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാരറ്റ് നുറുക്കുന്നതും അതെ, ഡോക്ടർമാർ സർജറി നടത്തുന്നതും അതെ കത്തി കൊണ്ടാണ്. ഒരു ജീവനെ രക്ഷിക്കാൻ കത്തി ഉപയോഗിക്കാം. അതുപോലെ കറികളൊക്കെ ഉണ്ടാക്കാൻ കത്തി ഉപയോഗിക്കാം, കഷ്ണം നുറുക്കാനൊക്കെ കത്തി ഉപയോഗിക്കാം. ദേ കത്തി എന്നെ തല കുത്തനെ ഉപയോഗിച്ചാലോ വേറെ ആളെ കൊല്ലാനും പറ്റും, ഒരാളെ ഉപദ്രവിക്കാനും പറ്റും കത്തിയെ കൊണ്ട് തന്നെ. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. തല കുത്തനെ ചെയ്താൽ എന്തായി? അത് പ്രശ്നമായി മാറി. തല കീഴായി ചെയ്താൽ, തപസ്സായാലും തല കീഴായി ചെയ്താൽ ആഭിചാരം പോലെയായി മാറി. അപ്പോൾ ലോകത്തിന് ഉപദ്രവമാവും. ഉപകാരമാവേണ്ട തപസ് ഉപദ്രവമായി മാറും. അതാണ് ലംബമാന മഥോമുഖം. തല കീഴായി തപസ്സാചരിക്കുന്ന ആരെ കണ്ടു? ശംഭൂകനെ കണ്ടു എന്ന് പറഞ്ഞത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വായിക്കുന്ന വാൽമീകി രാമായണം, ഗീതാപ്രസ് പ്രസിദ്ധീകരിച്ച വാൽമീകി രാമായണം, അതിൽ ദാക്ഷിണാത്യ പതിപ്പാണ് കൊടുത്തത്. ദക്ഷിണ ഭാരതത്തിലുള്ള പതിപ്പാണ് ഗീതാപ്രസ് സ്വീകരിച്ചത്. നേരെ മറിച്ച് രാമായണത്തിന് പ്രധാനമായി 3 പതിപ്പുണ്ട്. ദക്ഷിണ ഭാരത പതിപ്പുണ്ട്, ഉത്തരഭാരത പതിപ്പുണ്ട്, പശ്ചിമോത്തരീയ പാഠവും കൂടിയുണ്ട്. വടക്ക് കിഴക്കൻ പാഠവും കൂടി രാമായണത്തിനുണ്ട്. പശ്ചിമോത്തരീയ പാഠം അതിലേതൊക്കെയാണ് വരുന്നത്? പശ്ചിമോത്തരീയ പാഠത്തിൽ നേപ്പാളി പാഠം വരും, ബംഗാളി പാഠം വരും, മൈഥിലി പാഠം വരും. പശ്ചിമോത്തര പാഠത്തിലായിട്ട് അതിലൊരു ശ്ലോകവും കൂടിയും ഈ സന്ദർഭത്തിൽ അധികം കൊടുത്തിട്ടുണ്ട്. ചില പാഠങ്ങളിൽ എല്ലാ ശ്ലോകവും എല്ലാ പാഠങ്ങളിലും ഉണ്ട്, എന്നാൽ ചില പാഠങ്ങളിലാവട്ടെ കുറച്ചധികം ശ്ലോകങ്ങളുണ്ട്. അത് ദാക്ഷിണാത്യ പാഠത്തിലും ചില ശ്ലോകം അധികമുണ്ട്, പശ്ചിമോത്തരീയ പാഠത്തിലും ചില ശ്ലോകം അധികമുണ്ട്, ഉത്തരപാഠത്തിലും അതെ ചില ശ്ലോകങ്ങൾ അധികമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബറോഡ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് രാമായണത്തിൻ്റെ സംശോധിത പതിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നെറ്റിൽ കിട്ടാനുണ്ട്, ആർക്കൈവിലൊക്കെ കിട്ടാനുണ്ട്. ബറോഡ സംശോധിത പതിപ്പൊക്കെ കിട്ടാനുണ്ട്. അതിൽ കാണാൻ കഴിയും ഈ സന്ദർഭത്തിൽ അവിടെ ക്രിട്ടിക്കൽ എഡിഷനിൽ 76-ാം അധ്യായത്തിലല്ല വരുന്നത്. സംശോധിത പതിപ്പിൽ ഉത്തരകാണ്ഡത്തിലെ 66-ാമത്തെ അധ്യായമല്ല, സർഗം 66-ാമത്തെ സർഗത്തിലാണ് ഒരു വരിയും കൂടി അവിടെ ഉണ്ട്. ലംബമാന മഥോമുഖം എന്ന് പറഞ്ഞതിന് ശേഷം ഈ ശംഭൂകൻ്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു വരിയും കൂടി അവിടെ കാണാൻ കഴിയും. എന്താണ് അവിടെ പറഞ്ഞത്? ജ്വാലാം പിബന്ധം രക്തേന ലേലിഹാനം വിഭാവസും രുധിരേണാവസിക്തം തം സ്രോതപ്രാപ്തേന പാവകം. ജ്വാലാം പിബന്ധം എന്നുണ്ട്, ധൂമം പിബന്ധം എന്നും ഒരു പാഠമുണ്ട്.
ഇതൊക്കെ നമുക്ക് ആ ക്രിട്ടിക്കൽ എഡിഷനിൽ കാണാൻ കഴിയും. ധൂമം പിബന്ധം രക്തേന ലേലിഹാനം വിഭാവസും രുധിരേണാവസിക്തം തം സ്രോതപ്രാപ്തേന പാവകം. നവദ്വാരങ്ങളിൽ നിന്നൊക്കെ രക്തം പൊടിഞ്ഞു വരികയാണ്. രക്തം ഇങ്ങനെ ഒഴുക്കുന്നുണ്ട് ഇദ്ദേഹം. സ്രോതപ്രാപ്തേന രുധിരേണ, നവദ്വാരങ്ങളിലൂടെയൊക്കെ രക്തം വരുന്നുണ്ട്. കാരണം വളരെ ഭീകരമായൊരു തപസ്സാണ്. ആ രക്തത്തോടൊപ്പം എന്ത് ചെയ്യുന്നു? പാവകം ധൂമം പിബന്ധം, അഗ്നിയെയും അഗ്നിയുടെ പുകയെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു? കുടിക്കുന്നുണ്ട്. ഒരു ആഭിചാരം പോലുള്ള, ഒരു നരബലി പോലുള്ളൊരു തപസ്സാണ് ആര് ചെയ്തത്? ഈ ശംഭൂകൻ ചെയ്തത്. അതോടൊപ്പം ലേലിഹാനം വിഭാവസും, അഗ്നിയെ എങ്ങനെ വീണ്ടും വീണ്ടും നക്കുന്നുണ്ട്. ലേലിഹാനം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നക്കുക എന്നർത്ഥം. വീണ്ടും വീണ്ടും അഗ്നിയെ നക്കുന്നുണ്ട്. രക്തേന പാവകം ധൂമം പിബന്ധം, രക്തത്തോടൊപ്പം എന്ത് ചെയ്യുന്നു? അഗ്നിയെയും കുടിക്കുന്നു. അതോടൊപ്പം ധൂമം, അഗ്നിയുടെ പുകയെയും, അവിടെയുള്ള പുകയെയും വിഴുങ്ങുന്നുണ്ട്. സ്രോതപ്രാപ്തേന രുധിരേണ അവസിക്തം, ദേഹം മുഴുവൻ നവദ്വാരത്തിൽ നിന്നുണ്ടായ ആ ചോര അത് മുഴുവൻ ശരീരത്തിൽ മുഴുവൻ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അവസിക്തം എന്നാണ്, പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു തപസ്സാണ് ആര് ചെയ്തത്? ഈ ശംഭൂകൻ ചെയ്തത്. ഒരു തരത്തിൽ പറയാ നരബലി തന്നെയാണ്. നരബലി പോലുള്ളൊരു തപസ്സാണ് അദ്ദേഹം നടത്തിയത്, താമസികമായ തപസ്. ഈ താമസികമായ ഒരു തപസ് നടത്തിയത് കൊണ്ടാണ് ശംഭൂകനെ ശ്രീരാമൻ വധിക്കാൻ കാരണം. എന്താ താമസികമായ തപസ്സിൻ്റെ ലക്ഷണം? ഭഗവത്ഗീതയിൽ കാണാം. ഭഗവത്ഗീതയിലെ 17-ാമത്തെ അധ്യായത്തിൽ കാണാം താമസിക തപസ്. അതിൻ്റെ എല്ലാ ലക്ഷണവും നമുക്ക് ശംഭൂകൻ്റെ ആ ഒരു പ്രകൃതിയിൽ, ആ ഇരിപ്പിൽ കാണാൻ കഴിയും. എന്താ താമസികമായ തപസ് എന്ന് പറഞ്ഞാൽ? മൂഢഗ്രാഹേണാത്മനായൽ, മൂഢമായ ആഗ്രഹത്തോടു കൂടിയ, അവിവേകത്തോടൊപ്പം, അവിവേകം അതാണ് ഉള്ളിലുള്ളത്, മൂഢമായ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് തപസ് ചെയ്യുക. ഇയാളുടെ ആഗ്രഹം എന്തായിരുന്നു? ശംഭൂകൻ്റെ ആഗ്രഹവും സ്വർഗത്തിൽ പോവുക, നേരിട്ട് സ്വർഗത്തിൽ പോവുക, മരിക്കാതെ ജീവിച്ചിരിക്കുമ്പം തന്നെ സ്വർഗത്തിൽ പോകണമെന്നാണ് ശംഭൂകൻ്റെ ആഗ്രഹം. അശാസ്ത്രവിഹിതമായ, ശാസ്ത്രത്തിന് വിരുദ്ധമായൊരു തപസ്, ഒരാഗ്രഹമാണ് അയാളുടെ തപസ്സിൻ്റെ പിന്നിലുള്ളത്. അതോടൊപ്പം തന്നെ എന്താ അവിടെ പറഞ്ഞത്? ഈ താമസിക തപസ്സിൻ്റെ ലക്ഷണമായിട്ട് ഗീതയിൽ പറഞ്ഞത് പീഡയാ ആത്മനാ പീഡയാ മൂഢഗ്രാഹേണ ആത്മനായൽ പീഡയാ ക്രിയതേ തപ, അവനവൻ്റെ ദേഹത്തെ വല്ലാതെ പീഡിപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന തപസ്. അതും അങ്ങനെ തന്നെയാണ്. നവദ്വാരങ്ങളിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ട്. ആ രക്തം ദേഹത്തിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നല്ല, ആ രക്തം കുടിക്കുന്നുണ്ട്. അതോടൊപ്പം അഗ്നിയെയും പാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള തപസ്സാണ്. അതോടൊപ്പം പരസ്യോത്സാദനാർത്ഥം വാ, അവനവൻ്റെ ശരീരത്തെ കഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള തപസ്സാണ്. പരസ്യോത്സാദനാർത്ഥം വാ, മറ്റുള്ളവരെ നശിപ്പിക്കാനായി ചെയ്യുന്ന തപസ്സാണ്. അങ്ങനെയുള്ള തപസ്സാണ് എന്ത്? തത്താമസമുദാകൃതം, അതാണ് താമസികമായ തപസ്. പലരും പറയാറുള്ളത് ഇവിടെ എന്താണ്? ബ്രാഹ്മണ ബാലകനെ കൊന്നു എന്നാണ് പറയാറുള്ളത്. ബ്രാഹ്മണ ബാലകൻ മരിച്ചു എന്നാണ് പറയാറുള്ളത്. വേറെ ചില രാമായണങ്ങളിലൊക്കെ ബ്രാഹ്മണ ബാലൻ മാത്രമൊന്നല്ല മരിച്ചത്. ഇയാളുടെ തപസ് കാരണം പല കർമ്മങ്ങൾ ചെയ്യുന്നവരും, കർഷക ബാലകൻ മരിക്കുന്നുണ്ട്, ചെരുപ്പ് നന്നാക്കുന്നവരുടെ മകൻ മരിക്കുന്നുണ്ട്, ആനന്ദരാമായണത്തിലൊക്കെ കാണാം. അതുപോലെ പല വിഭാഗത്തിൽപ്പെട്ടവരുടെയും മക്കൾ അദ്ദേഹത്തിൻ്റെ തപസ് കാരണം മരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തപസ് ചെയ്തതുകൊണ്ടാണ്, താമസികമായ തപസ്സായതുകൊണ്ടാണ് ആരെ ശ്രീരാമൻ വധിച്ചത്? ഈ ഒരു ശംഭൂകനെ ശ്രീരാമൻ വധിക്കാനുള്ള കാരണം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്, രാമായണത്തിൽ അങ്ങനെ ശൂദ്രൻ്റെ തപസ് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം രാമായണത്തിന് മുഴുവൻ കാരണമായ ഒരു പ്രധാന സംഭവം, ദശരഥൻ ഒരു മുനികുമാരനെ വധിച്ചതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ദോഷവും ദശരഥന് വരാൻ കാരണം. പുത്രദുഃഖത്താൽ മരിക്കേണ്ടതായിട്ടൊക്കെ വന്നത് അതുകൊണ്ടാണ്. അതാണ് കാരണം. അത് നമുക്ക് അവിടെ കാണാൻ കഴിയും. രാമായണത്തിൽ തന്നെ അദ്ദേഹം, ഈ ദശരഥൻ താൻ ചെയ്ത ആ ദോഷം എടുത്തു പറയുന്നുണ്ട്. എന്താ കാരണം എന്നാണെങ്കിൽ അത് നമുക്ക് 63-ാമത്തെ സർഗത്തിൽ കാണാം. അയോധ്യാകാന്ഡത്തിലെ 63-ാമത്തെ സർഗത്തിൽ കാണാം. ദശരഥന് ഈ ഒരു പുത്രദുഃഖത്താൽ മരിക്കാൻ കാരണമായ ആ ശാപം കിട്ടാനുള്ള കാരണം കാണാം. ഒരു ശൂദ്രനായ മുനിബാലകനെ അദ്ദേഹം ആന വെള്ളം കുടിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? അമ്പയച്ചു. ആ അമ്പ് കൊണ്ട വ്യക്തി അദ്ദേഹം മരിച്ചു.
അദ്ദേഹം ഒരു ശൂദ്ര ബാലകനായിരുന്നു, തപസ്വിയായിരുന്നു. നമുക്കവിടെ കാണാൻ കഴിയും. അവിടുത്തെ 63-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകത്തിലും 23-ാമത്തെ ശ്ലോകത്തിലൊക്കെ കാണാൻ കഴിയും. തതോഹം ശരമുദ്ധൃത്യ ദീപ്തമാശീ വിഷോപമം ശബ്ദം പ്രതിഗജ പ്രേപ്സു അഭിലക്ഷ്യം അപാതയം അമുഞ്ചം നിശിതം ബാണം അഹമാശീ വിഷോപമം തത്ര വാ ഉഷസി വ്യക്ത പ്രാദുരാസീത് പനോഗസ. കഥമസ്മദ്വിധേ ശസ്ത്രം നിപതേച്ച തപസ്വിനി. 25-ാമത്തെ ശ്ലോകത്തിൽ കാണാം. തപസ്വിയായ എൻ്റെ നേർക്ക് ആരാ അസ്ത്രം പ്രയോഗിച്ചത്? ഈ ബാലകൻ ചോദിക്കുകയാണ്. അവിടേക്ക് ദശരഥൻ ചെന്നു. ദശരഥൻ ചെന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനല്ല എന്ന് പറയുന്നുണ്ട്. നദ്വിജാതിരഹം രാജൻ മാ ഭൂൽത്തേ മനസോ വ്യഥ. ഞാൻ ബ്രാഹ്മണനല്ല, ബ്രഹ്മഹത്യാകൃതം താപം, അങ്ങക്ക് ബ്രഹ്മഹത്യ ചെയ്ത പാപമൊന്നും കിട്ടില്ല. ശൂദ്രായാമസ്മി വൈശ്യേന ജാതോ നരവരാധിപ. ഞാൻ ഒരു വൈശ്യന് ശൂദ്രസ്ത്രീയിലുണ്ടായ മകനാണ്. അദ്ദേഹം തപസ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വധിച്ചതുകൊണ്ടാണ് രാമായണത്തിന് കാരണമായ ആ ഒരു ശാപം ദശരഥന് കിട്ടിയത്. ലക്ഷ്മണനോ രാമനോ അതുപോലെ ഭരതനോ ശത്രുഘ്നനോ ആരും അടുത്തില്ലാതെ, മക്കളാരും അടുത്തില്ലാതെ രാമൻ കാട്ടിലേക്ക് പോയ ആ സമയത്ത്, അതോടൊപ്പം ഭരതൻ്റെ മാതുലഗൃഹത്തിലേക്ക് പോയ സമയത്ത്, ആരും അടുത്തില്ലാത്ത സമയത്ത് മരിക്കേണ്ടതായിട്ടൊക്കെ വന്നത്. അപ്പം എന്താ അർത്ഥം? രാമായണ കാലത്ത് ശൂദ്രന്മാർ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു ശൂദ്രനെ വധിച്ചത് കൊണ്ടാണ് രാമായണം തന്നെ ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. ഇതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അപ്പം രാമൻ ശംഭൂകനെ വധിച്ചത് കേവലം ഒരു ശൂദ്രനായതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ തപസ് താമസികമായ തപസ്സായിരുന്നു. ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞ ആ താമസിക തപസ്സിൻ്റെ ഉദാഹരണമായിരുന്നു ശംഭൂകൻ. അതിന് നമുക്ക് ലഭിക്കുന്ന സംശോധിത പതിപ്പിലെ പശ്ചിമോത്തരീയ പാഠത്തിലെ 66-ാമത്തെ സർഗത്തിലുള്ള ജ്വാലാം പിബന്ധം രക്തേന ലേലിഹാനം വിഭാവസും രുധിരേണ അവസിക്തം തം സ്രോതപ്രാപ്തേന പാവകം എന്ന ഈ ശ്ലോകവും കൂടി ചേർക്കുമ്പോഴാണ് ആ ഒരു വിഷയം മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണ് രാമൻ ശംഭൂകനെ വധിച്ചത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ കുറച്ച് ഇതിഹാസ പുരാണങ്ങളിൽ അങ്ങനെ ശൂദ്രന്മാരോട് യാതൊരു ദേഷ്യവും കാണാൻ കഴിയില്ല. എന്നല്ല, ആരാ ശൂദ്രൻ ആരാ ബ്രാഹ്മണൻ എന്നൊക്കെ മഹാഭാരതത്തിലൊക്കെ എത്രയോ ദിക്കിൽ പറയുന്നുണ്ട്. സത്യം ദാനം ക്ഷമാശീലം ആനൃശംസ്യം തപോഘൃണ ദൃശ്യത്തെ അത്ര നാഗേന്ദ്ര സ ബ്രാഹ്മണ ഇതി സ്മൃത. വനപർവ്വത്തിലെ 180-ാമത്തെ അധ്യായം. സത്യം, ദാനം, ക്ഷമ, ക്രൂരതല്യായ്മ, സൽസ്വഭാവം ഇതൊക്കെ ആരിൽ കാണുന്നുണ്ടോ അയാൾ ബ്രാഹ്മണനാണ്. ശൂദ്രേതു യത് ഭവേ ലക്ഷ്മ ദ്വിജേതച്ഛന വിദ്യതേ. ഈ ഗുണങ്ങളൊക്കെ ശൂദ്രനിൽ കാണുന്നുണ്ടെങ്കിൽ ആ ശൂദ്രനെ എങ്ങനെ മനസ്സിലാക്കണം? ബ്രാഹ്മണനായിട്ട് മനസ്സിലാക്കണം എന്നൊക്കെ വളരെ സ്പഷ്ടമായിട്ട് എത്രയോ ദിക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. അല്ലാതെ ശ്രീരാമൻ ഒരു പാവമായ ഒരു ശംഭൂകനെ വധിച്ചു, ശൂദ്രനെ വധിച്ചു എന്നും പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഈ ഭാഗം ഒന്ന് പ്രക്ഷിപ്തമാക്കുന്നതിനും യാതൊരു അടിസ്ഥാനവുമില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ സംശോധിത പതിപ്പൊക്കെ നോക്കുക. അതിലുള്ള ഓരോരോ വരികളിലൂടെയും പോയി നോക്കുന്ന സമയത്ത് ഇത്തരം ജൽപ്പനങ്ങൾക്കൊന്നും രാമൻ ഒരു ശംഭൂകനെ വധിച്ചു, ശൂദ്രനെ വധിച്ചു എന്നൊക്കെ ഉള്ള വിമർശകന്മാരുടെ ജൽപ്പനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് ബോധ്യപ്പെടും. ഇതാണ് ഈ സമയത്ത് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം.